ഇതാണ് ചാകര. ഇതിപ്പോ നിറച്ച് ഇപ്പൊ ഈ കാണുന്നില്ലേ, നിങ്ങളൊരു 2 മണിക്കൂർ, ഒരു 3 മണിക്കൂർ, 4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നിറയും. ഇതിനകത്ത് പിന്നെ വേറെ കെട്ടാൻ വിട കൊണ്ടാകത്തില്ല, അതിനും വേണ്ടി വെള്ളം പുറത്തുണ്ട്. കാർമേഘം വെക്കുമ്പോൾ ആ കാർമേഘത്തിൽ നിന്ന് കാറ്റ് വരാൻ സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പഴയ മത്സ്യത്തൊഴിലാളികൾ കാലങ്ങളോളം ജീവിച്ചിരുന്നത്. ഇതിനകത്ത് പണിക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് കോരുകാരുണ്ട്, പൊക്കുകാരുണ്ട്, ഇറക്കുകാരുണ്ട്, ചുമടുകാരുണ്ട്, പിന്നെ കമ്മീഷക്കാരുണ്ട്, ചെമ്മീൻ വലയുണ്ട്, തീരെ ചെറിയ വലയുണ്ട്, എല്ലാ ജാതി മീൻ കിട്ടുന്ന വലകളും ഉണ്ട്. ചെമ്മീനാണെങ്കിൽ ചെമ്മീൻ ചാടിക്കാണും, മത്തിയാണെങ്കിൽ പാഞ്ഞു വീഴും. വല നീട്ടി നിൽക്കുന്ന വലയെ കാക്ക പിടിക്കുന്നുണ്ടെങ്കിൽ ആ വലയിൽ അവിടെ മീനുണ്ടെന്നുള്ളതാണ്. ഇനി അടുത്ത മാസം മുതൽ ചെമ്മീൻ, ചൂട, വേളൂരി, ഈ പന്നിയുണ്ട് കടലിൽ. നാട്ടിലെ പന്നി നമ്മളിപ്പം കൃഷികൾ നശിപ്പിക്കും എന്ന പോലെ തന്നെ ഈ പന്നി എന്ന് പറയുമ്പോൾ നമ്മൾ വല അടിച്ചിടുമ്പോഴത്തേക്ക് ആ വലയോടെ അടക്കം കടിച്ചോണ്ടെന്ന് നമ്മൾ ആദ്യമൊക്കെ കടലിൽ പോയി തുടങ്ങി, പിന്നെ ഇങ്ങനെ ഈ പണിക്കായിട്ട് മാറിയത്. ഈ മത്തിക്ക് ഇപ്പൊ ശരാശരി ശരാശരി ഇപ്പൊ ഒരു 60 രൂപ മുതൽ 100 രൂപ. ഈ മത്തിക്കാണ് അപ്പൊ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇപ്പൊ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടേസ്റ്റ് ഉള്ള മത്തി എന്ന് പറഞ്ഞാൽ ഇതാണ്, വയറ്റിൽ മുട്ടയുള്ള മത്തി. ഇപ്പൊ 1 ലിറ്റർ മണ്ണെണ്ണക്ക് 150 രൂപ വില. ഇതിനകത്ത് തെർമോക്കോളാണ് ചേട്ടാ. ഇതിനപ്പോ ശരാശരി അപ്പൊ എന്ത് വില വരുന്ന ഇതാ? ഈ കിടക്കുന്ന ഒരു വള്ളം പുതിയത് വാങ്ങിക്കണമെങ്കിൽ 2.5 ലക്ഷം രൂപ കൊടുക്കണം. മോട്ടോർ സൈക്കിൾ ഇഞ്ചൻ ഇല്ലാതെ. എഞ്ചിന് 1,50,000 രൂപ. നമുക്ക് ട്രോളിംഗ് ഒരു വിഷയമാണ്. ട്രോളിംഗ് സമയത്ത് നമുക്ക് വിഷയമില്ല. വള്ളക്കാർക്കും ഇഞ്ചൻ വെച്ച വള്ളക്കാർക്കും ഒന്നും വിഷയമില്ല. ബോട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ ട്രോളിംഗ്. ഇപ്പൊ എല്ലാ വള്ളത്തിലും GPS-ഉം വയർലെസ്സും എക്കോ സൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. പോകുമ്പോൾ നമുക്ക് അപകട ഭീഷണി കൂടുതലുണ്ടോ? അപകട ഭീഷണി ഉണ്ടാവും. പിന്നെ കടല് പൊങ്ങി വന്നു കഴിഞ്ഞാൽ അപകട ഭീഷണി ഉണ്ടാവും. കാറ്റ് വന്നു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ ഒഴുകി പോകും. വലയും മീനും കൂടെ ആയിട്ട് വന്ന് അറ്റത്തൊന്നും അടുക്കാൻ പറ്റാതെ കമന്നു പോയിട്ടുണ്ട്. അത് നീട്ടിക്കഴിഞ്ഞാൽ വലയിലും നമ്മൾ ഉദ്ദേശിക്കാതെ കൂടുതൽ മീൻ കൊണ്ടാൽ ഇത് കയറാതെ വരും. ആ സമയത്ത് അത് ചെത്തി വിട്ടിട്ട് വരേണ്ടി വരും. നമുക്കറിയാം ഈ കടലിൽ ഇരുള് വയ്ക്കുമ്പോൾ ആ ഇരുളിൽ നിന്ന് കാറ്റ് വരുന്നില്ലാണ്, മഴ വരുന്നില്ലാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് പെട്ടെന്ന് തിരിച്ച് ഇറക്കി വിട്ടു. നമുക്ക് മീൻ കൂടുതൽ കിട്ടിയാലും നമുക്ക് പണിയുണ്ടാവും. മത്തി കടലിലുള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. പണി കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാശ് കിട്ടും, പണിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഇപ്പൊ ഈ പുതിയ തലമുറപ്പെട്ട പിള്ളേരൊക്കെ ഈ മത്സ്യഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഇപ്പം പുതിയ തലമുറപ്പെട്ട ഒരു 3/4% പിള്ളേരും വരുന്നില്ല. നമ്മുടെ പഴയ കാലത്തെ മീൻപിടുത്തമാണ്, അതായത് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേയും അതിന് മുന്നേയും തലമുറ നടന്ന മീൻപിടുത്തമാണ് ആ കാണുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ ഇവിടെ എന്താ പരിപാടിയാണ് ചെയ്യുന്നത്? ചേട്ടാ നമുക്ക് ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ഈ കൊച്ചു വള്ളത്തിലെ മീൻ കോരലാണ്. ഈ വള്ളക്കാർ കൊണ്ടുവരുന്ന മീൻ കോരി കൊട്ടയിലാക്കിയിട്ട് കിഴക്കോട്ട് കൊടുക്കലാണ് പരിപാടി. നമുക്ക് അതിന് നമ്മൾ വള്ളക്കാരുമായിട്ട് ഒരു ഇടപാടൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്ത് വള്ളക്കാരുമായിട്ട് സഹകരണം. അവര് പല വള്ളങ്ങളും വരികയല്ലേ? പല വള്ളങ്ങളും ഞങ്ങൾക്കുള്ള വള്ളങ്ങളുണ്ട്. പല വള്ളത്തിൽ പല കമ്പനിക്കാരുണ്ട്. ഇവിടെ ഒരുപാട് കമ്പനിക്കാരുണ്ട്. ഞങ്ങൾക്ക് 4 വള്ളമുണ്ട്, ഞങ്ങൾ 8 പണിക്കാരുണ്ട്, 6 പണിക്കാരുണ്ട്, അങ്ങനെ പണിക്കാരുണ്ട്. ഞങ്ങൾക്ക് ആ 4 വള്ളം വരുമ്പോൾ ഞങ്ങളുടെ 4 വള്ളത്തിലേ ഞങ്ങൾക്ക് പണിയെടുക്കാൻ പോകും. അപ്പൊ ആ 4 വള്ളം വരും നോക്കി നമ്മളിവിടെ ഇരിക്കും. നമ്മൾ നമ്മുടെ വള്ളം വരുമ്പോൾ മാത്രം പോയി പണിയെടുക്കും. നമ്മൾ വരുമ്പോഴത്തേക്ക് വള്ളം പണിയില്ല ഞങ്ങൾ പട്ടിണി. അപ്പൊ ആ വള്ളത്തെ വരുന്ന മീനുകൾ നമ്മൾ ഇറക്കി കരയ്ക്ക് കൊണ്ടേ എത്തിക്കുകയാണ് നമ്മുടെ പണി. അല്ല, നമ്മൾ അതിനകത്ത് കൊട്ടയെ കോരി കൊടുക്കുക. കരക്ക് എത്തിക്കുന്നത് ചുമട്ട് തൊഴിലാളികളുണ്ട്. ഇതിന് ചുമട്ട് ഞങ്ങൾ കോരി തൊഴിലാളികളാണ്. കോരി തൊഴിലാളികളുണ്ട്, ചുമട്ട് തൊഴിലാളികളുണ്ട്, മീൻപിടുത്ത തൊഴിലാളികളുണ്ട്. പിന്നെ ഇവിടെ ഇതിനകത്ത് പണിക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് കോരുകാരുണ്ട്, പൊക്കുകാരുണ്ട്, ഇറക്കുകാരുണ്ട്, ചുമടുകാരുണ്ട്, പിന്നെ കമ്മീഷക്കാരുണ്ട്, പല ഇതിനകത്ത് പല ആളുകളുണ്ട്. അവരെല്ലാം ഈ മത്സ്യത്തൊഴിലാളിയുടെ ഇതിന്റെ ഇടത്തരക്കാരാണ്. ഞാൻ കോരുകാരനാണ്. ഞാനിപ്പോ ഒരു വള്ളവും വലക്കാർ ഒരു വള്ളവും വല ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കോരുകാരാണ്. നമ്മൾ കോരുപണി, കോരു കാര്യങ്ങൾ. അപ്പൊ ഒരു ദിവസം നമുക്ക് ഒരു വള്ളത്തെ നമുക്ക് എങ്ങനെയാ വള്ളത്തിന്റെ ആ കിട്ടുന്ന മീനിന്റെ അളവനുസരിച്ചാണ് മീനിന്റെ അളവനുസരിച്ച് നമുക്ക് മീൻ കൂടുതൽ കിട്ടിയാലും നമുക്ക് പണിയുണ്ടാവും. മീൻ കുറഞ്ഞ പണി ഇതാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പണി കുറയും. ഇപ്പൊ എങ്ങനെയാ മീൻ കിട്ടുന്ന സമയമാണ് ഇതാ? ഇപ്പം മീൻ കിട്ടുന്നവർക്ക് മീൻ കിട്ടുന്നുണ്ട്, മീൻ കിട്ടാത്തവർക്ക് മീനില്ല, കുറഞ്ഞ മീനുണ്ട്, പല തരത്തിലുള്ള മീൻ. ഏത് മീനാണ് നമുക്കിപ്പോൾ കൂടുതൽ മത്തിയാണ്. കൂടുതലും മത്തിപ്പണിയാണ് ഇപ്പോൾ ഉള്ളതെല്ലാം മത്തിയാണ്. ഈ നീട്ടുവലക്കാർ, കൊച്ചുവള്ളക്കാർ എല്ലാവർക്കും മത്തിപ്പണിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. മത്തിയുടെ പണിയാണ്, മത്തിയുടെ സീസണാണ് ഇപ്പം. ഇനിയിപ്പോ എപ്പോഴാണ്
നമുക്ക് ട്രോളിങ് കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ബോട്ടുകാർ കയറുമ്പോഴത്തേക്ക് സീസൺ തുടങ്ങും. ബോട്ടുകാർ കയറി ട്രോളിങ് തുടങ്ങുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ കൊച്ചുവള്ളക്കാർക്ക് പണി വരുന്നത്. പക്ഷെ ഇപ്പം ഈ കൊച്ചുവള്ളക്കാർക്ക് ശരാശരി ഇങ്ങനെ പണിയുള്ളത് കൊണ്ട് പഴയ പോലെ കടലിളക്കവും വള്ളക്കാർ കിടപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് പണിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ശരാശരി മത്തി ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നു. ഇപ്പൊ മത്തി കടലിലുള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി ഇല്ലാതെ മുന്നോട്ട് പോകും. നമുക്ക് ഈ പൂർവികർ, നമ്മുടെ കാരണവന്മാര്, മത്സ്യത്തൊഴിലാളികൾ, നമ്മുടെ ഫാദർമാർ അങ്ങനെയുള്ളവർ പറഞ്ഞുള്ള അറിവാണ്. ഈ മഴവെള്ളം വീഴുമ്പോഴാണ് മത്തി മഴവെള്ളം കുടിക്കാൻ വേണ്ടി വന്ന് മഴവെള്ളം കുടിച്ചാണ് മത്തി വലുതാകുന്നതെന്നാണ് പറയുന്നത്. മത്തിക്ക് വലിപ്പം കൂടുന്നത്. അപ്പൊ അന്നേരമാണ് വലിപ്പം നമുക്ക് ഇപ്പൊ വരാൻ തുടങ്ങിയ മത്തിയാണ് കുറച്ച് ടേസ്റ്റ്. കാരണം ഇതിന് മുന്നേ ഉള്ള സീസണിലൊക്കെ നമ്മൾ വന്നത് ചെറിയ മത്തി വന്നില്ലേ, അത് ഒരു ടേസ്റ്റ് ഇല്ലാത്ത മത്തിയാണ്. അത് ശരിക്കും പറയാനായിട്ട് പറച്ചിൽ വരുമ്പോഴത്തേക്ക് അത് ബ്രോയിലർ മത്തി കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇപ്പൊ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടേസ്റ്റ് ഉള്ള മത്തി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് പഴിഞ്ഞിലുള്ള മത്തിയാണ്. വയറ്റിൽ മുട്ടയുള്ള മത്തിയാണ്. ഇപ്പൊ വരുന്ന മത്തിയെല്ലാം നല്ല ടേസ്റ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വന്ന അനുസരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതില്ലാത്ത രീതിയിലുള്ള ചമ്പ് മത്തിയാണ്. ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇല്ല. അത് പൊടിക്കാനുമാണ് കൊടുത്തത്. അന്ന് ആ മത്തിക്ക് 30 രൂപ ബറാബർ പറയുമ്പോഴത്തേക്ക് 30 രൂപ 35 രൂപ ഞങ്ങൾ 20 രൂപക്ക് വരെ പൊടിക്കാൻ പോവുക. പക്ഷെ ഇപ്പൊ ഈ മീനെല്ലാം മാർക്കറ്റിലും കച്ചവടത്തിനും മറ്റേ ചെറിയ ചെറിയ കച്ചവടക്കാരും മാർക്കറ്റുകളിലേക്കുമായിട്ടാണ് ഇപ്പൊ വരുന്ന മീൻ പോകുന്നത്. മറ്റേ മീൻ എന്ന് പറയുമ്പോൾ പൊടിക്കാൻ ഇതും ഇപ്പൊ കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടിക്കാരൊക്കെ എടുത്ത് മതിയായി കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഇപ്പൊ 100 രൂപ വില നടക്കുന്നത് 30 രൂപക്ക് കോരണം. മീൻ ഇപ്പൊ ഞങ്ങളുടെ ഈ പോയ വള്ളക്കാർ ഇപ്പൊ ഇതിനകത്ത് നിലവിലൊരു 10-100 വള്ളത്തിന് മേളിൽ പണിക്ക് പോയിട്ടുണ്ട്. വള്ളക്കാർ വരിക, മീൻ കോരുക, മീൻ കൊടുക്കുക, വള്ളക്കാർ കയറി കെട്ടുക. പിന്നെ ഇപ്പൊ അത്യാവശ്യം പടിഞ്ഞാറുന്ന കാറ്റും കോളും ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി കെട്ടുന്ന രീതിയിലാണ് ഈ ഹാർബർ. മുമ്പൊക്കെ ചാകര സീസൺ പണിയല്ലേ, ചാകര, അതായത് ട്രോളിങ് തുടങ്ങുമ്പോൾ ചാകര വരും. അപ്പൊ കടപ്പുറം ഫീൽഡിലാണ് ആങ്കർ ചെയ്യുന്നത്, വള്ളക്കാർ കടലിൽ തന്നെയാണ് ആങ്കർ ചെയ്യുന്നത്. ഇപ്പൊ ഇത് കാറ്റും കോളും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് കയറി ആങ്കർ ചെയ്യും. ഇതിനകത്ത് കയറി ഇതേപോലെ ഇപ്പൊ ഈ കെട്ടിയിട്ടേക്കുന്നുണ്ട്, ഈ വള്ളക്കാർ കെട്ടിയിട്ടേക്കുന്ന പോലെ തന്നെ കെട്ടിയിടും. അപ്പൊ ഇതിനകത്ത് കെട്ടിയിട്ടും ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനകത്ത് അധികം കിടക്കും വെള്ളം കാര്യം. ഇങ്ങോട്ട് വെള്ളം കയറത്തില്ല, പറയാൻ പറ്റത്തില്ല. കടൽ അതേപോലെ ശോഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കല്ലിന്റെ ഇടക്കൂടെ വെള്ളം അടിച്ച് കയറി വള്ളങ്ങളിനകത്ത് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എത്രയൊക്കെ വള്ളങ്ങൾ കൂടെ കെട്ടിയിട്ട് വള്ളക്കാർ കൂടെ കെട്ടിയിടുമ്പോഴത്തേക്ക് തമ്മിലടിച്ച് അങ്ങനെ പൊട്ടിപ്പോവും. അങ്ങനെ എന്തെങ്കിലും ഇഞ്ചിന് അവരുടെ യമഹാക്ക് കേടുപാട് സംഭവിക്കും, വള്ളത്തിന് കേടുപാടുകൾ സംഭവിക്കും. അങ്ങനെ ഒരുപാട് പറ്റിയിട്ടുണ്ട്. ചിലതൊക്കെ പൊട്ടിയിട്ട് വെള്ളം കയറി ആള് ശ്രദ്ധിക്കാതെ വരുമ്പോഴത്തേക്ക് താന്നു പോയിട്ടുണ്ട്. താന്ന് കിടക്കും. ഓടിച്ചോണ്ട് പോകുമ്പോൾ ഇതിനകത്ത് തന്നെ കെട്ടിയിടും. നമ്മൾ കടൽക്ഷോഭം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കെട്ടിയിടില്ല. കടൽ പുറത്ത് കടൽക്ഷോഭമാണെങ്കിൽ എല്ലാവരും ഇതിനകത്ത് കെട്ടിയിടും. ഇതിനകത്തെ കെട്ടിയിടാൻ ഒക്കുള്ളൂ. നമുക്ക് വേറെ അല്ലെങ്കിൽ കായംകുളം അഴീക്കൽ അടുത്ത പ്രാവശ്യം പിന്നെ കെട്ടിടാൻ പറ്റുന്ന സ്ഥലം ഇതേ ഉള്ളൂ. അഴീക്ക് വിട്ട് കഴിഞ്ഞാൽ കെട്ടിയിടാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയാനായിട്ട് കടൽക്ഷോഭം വന്നു കഴിഞ്ഞാൽ കയറി കെട്ടിയിടാൻ പറ്റുന്ന ഇതിനകത്താണ്. ഇതിനകത്ത് പിന്നെ ഇനി ചെത്തിയിൽ ഓപ്പണായി വരണം. ചെത്തി ഹാർബർ ഓപ്പണായി വന്നാൽ ചെത്തി ഹാർബർ, പിന്നെ അല്ലെങ്കിൽ ചെല്ലാനം കഴിഞ്ഞാൽ കൊച്ചി. അങ്ങനെ ഉള്ളൂ. അപ്പൊ അന്നേരം ഇതിന്റെ നിറച്ചും ബോട്ടുകൾ നിറച്ച് ഈ വള്ളങ്ങൾ ഫുള്ളായിരിക്കും. ഇതിപ്പോ നിറച്ച് ഇപ്പൊ ഈ കാണുന്നില്ലേ, നിങ്ങളൊരു 2 മണിക്കൂർ, ഒരു 3 മണിക്കൂർ, 4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് നിറയും. ഈ സ്ഥലം മുഴുവൻ നിറയും. ഇതിനകത്ത് നിറയും. ഇതിനകത്ത് പിന്നെ വേറെ കെട്ടാൻ വിട കൊണ്ടാകത്തില്ല. അതിനു വേണ്ടി വെള്ളം പുറത്തുണ്ട്. ആദ്യം ഇത് ആറുവറല്ലായിരുന്നു, ഫിഷിംഗ് ലാൻഡിംഗ് സെന്റർ ആയിരുന്നു. ഫിഷിംഗ് ലാൻഡിംഗ് സെന്റർ എന്ന് വെച്ചാൽ കിഴക്കത്തെ എന്തൊന്നും അതുപോലായിരുന്നു. ആറുവറില്ല. അന്നിവിടെ വാളയും മീനും ബോട്ടുകാരെടുക്കും, വള്ളക്കാരുടെ പണിയില്ല. അപ്പൊ ഈ വള്ളക്കാരുടെ പണി വന്നിട്ട് എത്ര നാളായി? വള്ളക്കാരുടെ പണി വന്നിട്ട് 10-20 വർഷമായി. അപ്പൊ ഏറ്റവും ആദ്യമേ വള്ളക്കാരിലായിരുന്നു ഉണ്ടായിരുന്നത്? ആദ്യമേ ഉണ്ടായിരുന്ന ബോട്ടുകാരാണ്. ബോട്ടുകാർ ചരക്കിറക്കുന്നത് ഇവിടെ ഇപ്പൊ പടിഞ്ഞാറ് കിടന്നാ ഇറക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് കയറി ഇറക്കുമായിരുന്നു. അവിടെ അന്നേരം തികപ്പും കടലും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ മണ്ണ് വീണപ്പോ ബോട്ടിന് കയറാൻ ഒക്കത്തില്ല. വള്ളം ഇതുപോലെയുള്ള താഴ്ചയുള്ളു. ബോട്ട് താഴോട്ടുള്ള അതിന് ബോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറത്തില്ല. മണ്ണുണ്ട്. ഒരു ഭാഗം 2 ഭാഗമുള്ള 1.5 ഭാഗമൊക്കെ ഉള്ളു. ബോട്ട് 4-5 ഭാഗം താഴോട്ട് ഇറക്കുള്ള. ഇതിനു മുമ്പ് ബോട്ടായിരുന്നു ഇതിനകത്ത്. അന്ന് ആറുവറിന്റെ പണി തുടങ്ങി, ഹാർബർ ആരംഭിച്ച് കയറാൻ തുടങ്ങിയപ്പോൾ താഴ്ചയുണ്ട്. ചേപ്പടിച്ച് മണ്ണൊന്നും വീണിട്ടില്ല. വരുന്ന വള്ളം കണ്ട ഇപ്പൊ വെച്ചിട്ട് അതിനകത്താണ് ഞാൻ പറഞ്ഞ 30 പേര് 35 പേര്. അതിന്റെ വലവള്ളമാണ് അത്. അതിന്റെ ചെറിയ വള്ളമാണ്, മീൻ മറിക്കുന്ന വള്ളമാണ് പുറകെ വരുന്നത്. 2 വള്ളം പോകുന്നത്, 2 അല്ല 3 ഉണ്ട്. പന്നിക്ക് അടിക്കുന്ന ഒരു പന്നി വല വെക്കുന്ന ഒരു വള്ളമുണ്ട്. പന്നി വല എന്ന് വെച്ചാൽ ഈ പന്നിയുണ്ട് കടലിൽ ഈ മീനിന്റെ കൂടെ തന്നെ പന്നിയുണ്ട്. നമ്മുടെ നാട്ടിലെ പന്നി പോലെ തന്നെ. നാട്ടിലെ പന്നി നമ്മളിപ്പം കൃഷികൾ നശിപ്പിക്കും എന്ന പോലെ തന്നെ ഈ പന്നി എന്ന് പറയുമ്പോൾ നമ്മൾ വല അടിച്ചിടുമ്പോഴത്തേക്ക് വലയ്ക്കകത്തുള്ള മീനുകളെല്ലാം ഇതാകും. അങ്ങനെയുള്ളൊരു ചെറിയൊരു ഇതുണ്ട്. അതിന് നമുക്ക് കഴിക്കാൻ കൊള്ളുന്ന സാധനമല്ല അന്നേരം.
കടപ്പന്നി അങ്ങനെ ആരും തിന്നുള്ളത് ഒരു ചെറിയ നമുക്കില്ല. അത് നമ്മുടെ വല, അതായത് ഈ വള്ളക്കാർ, വലിയ വള്ളക്കാർ വലയടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് വല മീനുണ്ടെങ്കിൽ ആ വലയോടെ അടക്കം കടിച്ചോണ്ടെന്ന് വലയെല്ലാം കയറി മീനും കയറി എല്ലാം വല പന്നി കടിയെന്നൊക്കെ പറയുമ്പോൾ പന്നി നമുക്ക് ഓടിക്കാൻ പറ്റുമോ അതിനെ? പന്നിയെ ഓടിക്കാനായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബക്കറ്റിൽ കുറച്ച് മീനും ഒക്കെ ആയിട്ട് ഇറങ്ങും. അതിനെ പന്നിയെ ഓടിക്കാനാണ് ഇപ്പൊ ഈ പന്നി വല എന്ന് പറയുന്ന സാധനമുള്ളത്. പന്നി വല, ടങ്കീസ് വലയില്ലേ, ടങ്കീസ് വലയുണ്ട്, പന്നി വല. ആ പന്നി വല നമ്മൾ കൊണ്ടുപോയി വല അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പുറത്ത് ഇങ്ങനെ വളച്ചു. പന്നി കയറാതിരിക്കാൻ വേണ്ടിയാ? പന്നി കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ വല അടിക്കുന്ന വലയുടെ പുറത്തോട്ട് ഇങ്ങനെ വളയ്ക്കും, ചുറ്റിനും വളയ്ക്കും. ചുറ്റിനും വളയ്ക്കുമ്പോഴത്തേക്ക് ആ പന്നി ഈ വല കാണുമ്പോൾ തിരിഞ്ഞു പോകും. ഇതിന്റെ ഒരു മൂളിച്ചുള്ള വലയാണ് ടങ്കീസ് വല, നീല വലയാണ് പന്നി വല. അപ്പൊ അത് ഇതിന്റെ ഒത്ത ഇത് കേൾക്കുമ്പോൾ അവൻ ഓടിപ്പോകും. അതിന്റെ സൗണ്ട് വരുമ്പോഴത്തേക്ക് അത് ഓടിപ്പോ, അങ്ങനെ കടിക്കത്തില്ല. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, അകത്ത് പന്നി ഉണ്ടെങ്കിൽ അത് ചാടി, കഷ്ടകാലം ഉണ്ടെങ്കിൽ അകത്തൊരു പന്നി ഉണ്ടെങ്കിൽ അത് ചാടി കടിച്ച് നശിപ്പിക്കും. ചേട്ടാ, ഇതാണ് നമ്മുടെ ഈ പൊങ്ങുവെള്ളം. ഇത് സൂചിപ്പൊങ്ങ്. ഇതാണ് നീട്ടുപ്രസ്ഥാനം, നീട്ടുപണിക്ക് വേണ്ടിയിട്ട് പോണ പ്രസ്ഥാനങ്ങളാണ്. ഇത് ഒരാൾ പോണതാണ്, ഒരാൾ മതി. ഒരാൾ ഈ തുഴ വെച്ച് തുഴഞ്ഞാണ് പോണത്. ഇതിന് എണ്ണയും ഒന്നും വേണ്ട, ഇതിന് ചെലവൊന്നും ഇല്ല. ഇതിന് നമ്മൾ ആള് മാത്രം വന്ന് ഇത് ഒരാൾ വരിക, വല പൊക്കി വെക്കുക, വെച്ചിട്ട് ഈ ഒരു തുഴ വെച്ചിട്ട് ഒരാൾ മാത്രം ഇതിന് തുഴഞ്ഞു പോവുക. ഇത് ഇതിനകത്ത് നിലവിൽ നമുക്കൊരു 10-200 കിലോ, 250 കിലോ ഒക്കെ 300 കിലോ വരെ ഒക്കെ മീൻ ഇതിനകത്ത് കൊണ്ടുവരാം. ഇതിനകത്ത് പോണ വലയാണ് നമ്മൾ ആ കാണുന്ന വല, ഈ അഴിക്കുന്ന കണ്ട, ഈ അഴിക്കുന്ന വലകളാണ് ഇതിനകത്ത് കൊണ്ടുപോകുന്ന വലകളാണ് ഈ അഴിക്കുന്നത്. ഇതാണ് ടങ്കീസ് വല. ഇത് നീട്ടുവലയാണ്. ഈ ടങ്കീസ് വലയ്ക്ക് എന്ത് വില വരുന്നതാ? ഇത് 1 കിലോ ഏകദേശം ഒരു കിലോയ്ക്കാണോ വില? ഇത് കിലോ വില. കിലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 600 രൂപ, 700 രൂപ, 800 രൂപ, 900 രൂപ, 1000 രൂപ വരെ 1 കിലോയ്ക്ക് വരും. ചെമ്മീൻ വലയുണ്ട്, തീരെ ചെറിയ വലയുണ്ട്, എല്ലാ ജാതി മീൻ കിട്ടുന്ന വലകളും ഉണ്ട്, എല്ലാ സൈസ് വലകളും ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരാൾ ഒറ്റക്ക് മതി. ഇതിന് ചെലവൊന്നും ഇല്ല, ഇത് ഉണ്ടാക്കുന്ന ചെലവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് ചെലവൊന്നും ഇല്ല. പിന്നെ എന്ന് പറയുമ്പോൾ ഒരാൾ കയറിയിരിക്കുക, തുഴയുക, പടിഞ്ഞാറ് കൊണ്ട് നോട്ടത്തിൽ പടിഞ്ഞാറ്, കുറച്ച് പടിഞ്ഞാറ് പോയി നീട്ടുക, നീട്ടിയിട്ട് അയാതി കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. അവർക്ക് അതിന് വലിയ റിസ്ക് ഇല്ല. ഇതിനകത്ത് തെർമോക്കോളാണ്. തെർമോക്കോൾ പീസായിട്ടുള്ള തെർമോക്കോളാണ്. ഇത് 3 പീസാണ്. ഇതൊരു പീസ്, ഇത് ഇങ്ങനെ ഇവിടം വരെ ഒരു പീസാണ്, അതിനപ്പുറത്തോടെ ഒരു പീസായിരിക്കും, പിന്നെ ഒരു പീസാണ്. അത് 3 പീസാണ്. അത് പൊങ്ങ് ഇത് സെറ്റ് ചെയ്ത് തരുന്നവരുണ്ട് നമുക്ക്. ഇങ്ങനെ പൊങ്ങായിട്ട് പണിത് വിൽക്കുന്നവരുണ്ട്. അവരത് പൊങ്ങ് മേടിച്ചിട്ട് ഇതേപോലെ ഇതിനകത്ത് വാരി വെക്കും. ഈ മേളി വെച്ചേക്കുന്ന വാരി ഉണ്ട്, അതേപോലെ തന്നെ താഴെ 2 വാരി വലുതുണ്ട്. ആ വാരിക്കകത്താണ് ഇത് വരിഞ്ഞ് ഇതിന്റെ പുറത്ത് ചാക്ക് കോട്ടിങ് ഇട്ട് ഇത് ഒട്ടിച്ച് നല്ല സേഫ് ആയിട്ട്. ഇത് നമുക്കിപ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വലയും ഇതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിലവിൽ ഒരു 15, 20 രൂപയ്ക്ക് 20 രൂപയ്ക്ക് നമുക്ക് ഇതെല്ലാം കൂടെ കിട്ടും. ചേട്ടനാണോ പൊങ്ങിതാ? ഈ പൊങ്ങുവെള്ളത്തിലാ പോകുന്ന? എത്ര കാലമായി ചേട്ടന് പൊങ്ങുവെള്ളത്തിൽ പോകുന്ന? 10 വർഷമായി. 10 വർഷമായിട്ട് ഈ പൊങ്ങുവെള്ളത്തിലാണ്. അതിനു മുമ്പ് പിന്നെ താങ്ങും വലിയ വെള്ളത്തിൽ ഇഞ്ചം വെച്ച് പോകുന്ന വെള്ളത്തിലായിരുന്നു. ഇപ്പൊ പ്രായമായതുകൊണ്ടാണ്. പ്രായമായത് കൊണ്ട് ഇഞ്ചം വെള്ളത്തിൽ പോകുന്നത് നമുക്ക് വലിയ നേട്ടമില്ലാത്തത്, മുതലാകാത്ത പെട്രോൾ കാഴ്ച കൂടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ പോയാൽ 2 മണിക്കൂറിനുള്ളിൽ കര വന്ന് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യാം. അപ്പോൾ ഒരു ദിവസം 2 മണിക്കൂറേ ചേട്ടന് പണി വരുന്നുള്ളൂ? 2 മണിക്കൂറിനുള്ളിൽ കടലിൽ പോയി തിരിച്ച് കര വരും. പിന്നെ മീനുണ്ട്, കൂടുതലുണ്ടെങ്കിൽ അഴിച്ചു കൊടുക്കുന്ന സമയം കൂടി അഴിച്ചു കൊടുക്കും. അപ്പൊ ദിവസം എത്ര പ്രാവശ്യം അങ്ങനെ ചേട്ടൻ പോകും? മീൻ കൂടുതലുള്ളപ്പോൾ 3 പ്രാവശ്യം വരെ പോകും. 3 പ്രാവശ്യം വരെ പോകും. അപ്പൊ അഴിച്ചു തരാൻ ഇവിടെ വേറെ ആൾക്കാർ കൂട്ടുകാർ കാണുന്നവരൊക്കെ വന്ന് പിടിച്ചഴിച്ച് അഴിക്കുന്നവർക്ക് 3-1 ഷെയർ കൊടുക്കും. 3-2 ഭാഗം ഞാനും എടുക്കും. അങ്ങനെയാണ് എടുക്കുന്നത്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ? ഇന്ന് എനിക്ക് 3000 രൂപ കിട്ടി. ഞങ്ങളുടെ ചെലവും കഴിച്ച് അഴിച്ച് സഹായിക്ക് 800 രൂപ കൊടുത്തു. പിന്നെ ചായയും വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. 100 രൂപയുടെ പെട്രോൾ അടിച്ചു. അപ്പൊ എങ്ങനെയാ അപ്പം പൊതുവെ ഇന്നത്തെ മുതലായ നമുക്ക്? ഇന്നത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് 1500 രൂപ കിട്ടിയിട്ടുണ്ട്. പണി കൂടുതലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാശ് കിട്ടും, ഇങ്ങനെ പറയാൻ നോക്കും. പണി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഇന്നലെ എത്ര രൂപ പണിയായിരുന്നു? ഇന്നലെ 10 വയസ്സായില്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങിയിടം തൊട്ട് വീട്ടിൽ തിരിച്ച് ചെല്ലുന്നിടം വരെ ചെലവാണ്. നമ്മ കാറ്റും കൂടുതലല്ലേ. ഇന്നലെ ഒറ്റ വള്ളക്കാർക്ക് പോകാൻ പറ്റിയില്ല. കടലും കാറ്റും ആയത് കാരണം കടൽ കൂടുതലാണ്, വള്ളക്കാർക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി. സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു ശമ്പളമുണ്ട്. ഇതങ്ങനെയല്ലേ, കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ വെള്ളം കുടിയില്ല, കുടിയില്ല, ഒന്നുമില്ല. അതൊക്കെ തന്നെ അവസ്ഥ. 10-65 വയസ്സായി. അതിനാൽ നമ്മള് പിന്നെ ചായ പിടിക്കാനും വെള്ളം കുടിക്കാനും കൊണ്ടുപോകുന്നുള്ളൂ. ചിലപ്പോ 2000-3000 രൂപ മീനൊക്കെ കിട്ടും, ചിലപ്പോ ഒന്നുമില്ലാതെ ആവും. മറ്റവരൊക്കെ 10,000-15,000 രൂപ മീൻ കിട്ടും. ഇന്നിപ്പോ എത്ര രൂപ മീൻ കാണും? ഇതൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. നമ്മള് പണിക്ക് പോകുന്നത് ആരും കഴിയാതെ വെള്ളം കുടിക്കാൻ മാത്രം. മക്കളോട് അവരോട് താന്ന് ചോദിച്ചാൽ നടക്കില്ല. പിന്നെ ആപത്തുള്ളിടം വരെ പോവുക, അല്ലാതെ വേറെ ഒന്നും ലക്ഷ്യമില്ല. ഞാൻ വെളുപ്പിൽ 5:45 തള്ളിയപ്പോൾ 7 മണിയായപ്പോൾ കര വന്നു.
9 മണിയായപ്പോൾ മീൻ അഴിച്ചു തീർന്നു, എല്ലാം തീർന്നു. ഇനിയിപ്പോ ഇന്ന് പോകുന്നില്ല. ഇന്ന് പോകുന്നില്ല. ഇനിയിപ്പോ മീനിന്റെ ലക്ഷ്യം കാണുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കിയാലും കടലോട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കിയാൽ കാണാൻ അതായത് പറ്റുമോ? കാക്ക പിടിക്കുന്നത് വലയിൽ മീൻ പാഞ്ഞിട്ടാണ്, വീട്ടിയിരിക്കുന്ന വല മീൻ ഒരെണ്ണം ചാടുമ്പോഴാണ് കാക്ക പിടിക്കുന്നത്. അതാണ് ലക്ഷ്യം. മീൻ വല നീട്ടി നിൽക്കുന്ന വലയെ കാക്ക പിടിക്കുന്നുണ്ടെങ്കിൽ ആ വലയിൽ അവിടെ മീനുണ്ടെന്നുള്ളതാണ്. അന്നേരം പിന്നെ നമ്മൾ പോകും. അപ്പൊ നമ്മൾ അതിന്റെ അടുത്ത് ഉള്ളത് വല ഇട്ട് കൊടുക്കും. നമ്മളിപ്പോ ഇങ്ങനെ പോയിട്ട് എന്തേരം ദൂരം കഴിയുമ്പോൾ ഈ വല ഇത്തന്നെ ഇട്ടിട്ട് നമ്മൾ അയച്ചു വിട്ടു കൊടുക്കും. നമുക്ക് ഇവിടെ ഇത് കൂടി വന്നാൽ 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് കൂടുതൽ പോകത്തില്ല. പോകത്തില്ല. 1 കിലോമീറ്റർ ചിലപ്പോൾ തള്ളി വിട്ട ഉടനെ നീട്ടും. അത് മീൻ കാണുന്ന ലക്ഷ്യം പോലെ ഇരിക്കും. മീൻ അങ്ങനെ നമുക്ക് ഇങ്ങനെ പൊങ്ങി ചാടുന്നതായിട്ട് നമുക്ക് കാണാം. ചെമ്മീനാണെങ്കിൽ ചെമ്മീൻ ചാടി കാണും, മത്തിയാണെങ്കിൽ പാഞ്ഞു വീഴും. പിന്നെ വേറെ ഏതെങ്കിലും വല നീട്ടിയിട്ടുണ്ടെങ്കിൽ അവന്റെ വല മീൻ തട്ടി പായുന്നത് കാണാം. അങ്ങനെയൊക്കെ ലക്ഷ്യമെടുത്താണ് നീട്ടുന്നത്. അപ്പൊ നമുക്ക് ഒരു വരവിൽ ശരാശരി എത്ര കിലോ ചേട്ടനൊക്കെ ഇപ്പം കിട്ടാറുണ്ട്? മീൻ എത്ര കിലോ മീൻ കിട്ടും നമുക്കിപ്പം? മീൻ എന്ന് പറഞ്ഞാൽ 300 കിലോ വരെ കിട്ടും. കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമുക്ക് ഇന്ന് ഒരു 75-80 കിലോ മീനേ ഉള്ളായിരുന്നു. നമ്മളിപ്പം മീൻ കൊണ്ടുവന്ന് രാവിലെ സമയത്ത് മീൻ കൊണ്ടുവന്ന വില കൂടുതൽ കിട്ടും, വൈകുന്നേരം അങ്ങനെ കണക്കുണ്ടോ? രാവിലെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ടൈമാണ്. 9 മണി വരെ എന്ന് പറഞ്ഞാൽ വീട്ടാവശ്യങ്ങൾക്ക് ജോലിക്കാരൊക്കെ പോകുന്നതിന് മുമ്പേ മാർക്കറ്റിൽ സൈക്കിളുകാർ കൊണ്ടുപോയി മീൻ കൊടുത്താൽ അവർക്ക് അതനുസരിച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ആ മീൻ ഇപ്പൊ വരുന്ന മീൻ ഇപ്പൊ വരുന്ന മീന് വില കുറവായിരിക്കും. 10 മണി കഴിഞ്ഞാൽ മീനിന് വില കുറയും. അങ്ങനെയുണ്ട്. അതാണ് ഈ 10 മണിക്ക് എടുക്കുന്ന മീൻ അവര് കൊണ്ടുചെല്ലുമ്പോ വൈകുന്നേരത്തെ മാർക്കറ്റിനെ പോകത്തുള്ളൂ. രാവിലത്തെ മാർക്കറ്റ് കഴിഞ്ഞു. പക്ഷെ അല്ലെങ്കിൽ പിന്നെ വേറെ കുടികളെ സൈക്കിളുകാരൊക്കെയാണ് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത്. ചേട്ടനപ്പൊ എത്ര രൂപയ്ക്ക് ഇപ്പൊ 1 കിലോ മീൻ ഇവിടെ വിറ്റത്? ഇപ്പം ഞാൻ അങ്ങനെ തൂക്കമല്ല, അവിടെ കൊണ്ടു ചെന്ന് ഒരു കൊട്ടയിൽ ഒരു 15 കിലോ മീൻ കൊണ്ടു ചെന്നാൽ അല്ലെ 10 കിലോ മീൻ കൊണ്ടു ചെന്നാൽ അവര് ഓരോരുത്തര് 500 രൂപ തൊട്ട് ലേലം വിളിച്ച് എടുക്കുകയാണ്. ആദ്യം വിളിച്ചത് 800 രൂപയ്ക്ക് പോയി, രണ്ടാമത് വിളിച്ച് 1150 പോയി. ഒരേ മീൻ തന്നെ ഓരോ കഷ്ണമായിട്ടാണ് കൊണ്ടുപോയത്. അഴിച്ചഴിക്കുന്ന പോലെ കൊണ്ടുപോകും. ഇതിപ്പോ മത്തിയാണ് നമുക്ക് വന്നേക്കുന്ന മീൻ? മത്തിയ. ഈ പ്രാവശ്യം കൂടുതൽ മത്തിയാണോ വരുന്നത്? ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വരുന്ന മത്തിയ. നമ്മളെങ്ങനെ ഈ വലിയ വെള്ളത്തിലാണ് നമ്മൾ പോകുന്നത്? ഇത് തെർമോക്കോൾ, ഈ കാണുന്ന പൊങ്ങുവെള്ളത്തെ വരുന്നത്. പൊങ്ങുവെള്ളത്തെ പോയി നീട്ടിയെടുത്തോണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് എന്തേരം അകലം വരെ പോയത് കടലിൽ? ഇതൊരു 5 നോട്ടിക്കൽ വരെ ഏറ്റവും കൂടുതൽ. അപ്പൊ നമ്മളത് കാലാവസ്ഥ നോക്കിയാണ്? കാലാവസ്ഥ നോക്കിയാ പോകുന്നത്. ഈ പ്രാവശ്യങ്ങളെല്ലാം കൂടുതൽ മത്തി തന്നെയാണ് കിട്ടുന്നത്? ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ മത്തിയാണ്. എത്ര കിലോ മത്തി നമുക്ക് ഏകദേശം? ഒരു 100-100 കിലോ ഒക്കെ മത്തി ഈ നമുക്ക് ഒരാളല്ലേ പോകുള്ളൂ? ഒരാളെ പോകത്തുള്ളൂ. അപ്പൊ 2 പേര് പോകുന്ന ഇഞ്ചം വെച്ച ഇതിനകത്ത് പോകും. ഇഞ്ചം വെച്ചതിനകത്ത് ഇതിനകത്ത് ഇഞ്ചം കുറച്ചുകൂടെ ദൂരം പോകും. ഒരു 6-7 നോട്ടിക്കലൊക്കെ പോകും. ഇനിയിപ്പം ഈ മത്തിയല്ല മറ്റു മീനുകൾ കിട്ടുന്ന സമയം? മറ്റു മീൻ പിന്നെ ഇനി അടുത്ത മാസം മുതൽ ചെമ്മീൻ, ചൂട, വേളൂരി അങ്ങനെയുള്ള മീനൊക്കെ ഈ ചാകര സീസൺ. ട്രോളിംഗ് ഒരു വിഷയമാണ്. ട്രോളിംഗ് സമയത്ത് നമുക്ക് വിഷയമില്ല, നമുക്ക് ഇറങ്ങി പിടിക്കാം. ബോട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. മറ്റേ പൊങ്ങുവെള്ളക്കാർക്കും ഇഞ്ചം വെച്ച വെള്ളക്കാർക്കും ഒന്നും വിഷയമില്ല. ഇഞ്ചി വെച്ച വെള്ളത്തിനും കുഴപ്പമില്ല. ബോട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ ട്രോളിംഗ്. ഇതൊക്കെ ഇഞ്ചി വെച്ച വെള്ളമല്ലേ? ഇതെല്ലാം ഇഞ്ചം വെച്ച. ഈ വെള്ളം എല്ലാം ഇറങ്ങും. ഈ മത്തിക്ക് ഇപ്പൊ ശരാശരി ഇപ്പൊ എന്ത് വില? ശരാശരി ഇപ്പൊ ഒരു 100 രൂപ, 60 രൂപ, 60 രൂപ മുതൽ 100 രൂപയ്ക്ക് ചേട്ടന് കിട്ടും. നമ്മൾ ആ വിലക്കാണ് കൊടുക്കുന്നത്. ഇന്നത്തെ വില ഒരു 100 രൂപയ്ക്ക് ഉണ്ട്. 100 രൂപയ്ക്ക് ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടി പോയി എത്ര വരെ കിട്ടും? 200 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ കാലം ഈ മത്തിക്ക് കിട്ടത്തില്ല. നമുക്ക് കടലിൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ റിസ്ക് ഉണ്ട് ചേട്ടൻ. ഇപ്പൊ എന്താ റിസ്ക് കൂടുതലായിട്ടും വരുന്നത്? ഇപ്പൊ ഈ സമയത്ത് റിസ്ക് ഇല്ല. ഇന്നലെ വരെ റിസ്ക് ആയിരുന്നു. ഇന്നലെ വരെ കടലിൽ ശോഭിച്ചും ഇളകിയൊക്കെ കിടക്കുകയായിരുന്നു. തിരമാലയൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. ഇന്ന് രാവിലെ വന്നപ്പോ അതെല്ലാം ശാന്തമായി. ചേട്ടൻ ഇപ്പൊ കടലിൽ തന്നെയല്ലേ പോകുന്നത് ഈ പൊങ്ങോളമായിട്ട്? എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ നീട്ടിക്കഴിഞ്ഞാൽ വലയിൽ നമ്മൾ ഉദ്ദേശിക്കാതെ കൂടുതൽ മീൻ കൊണ്ടാൽ ഇത് കയറാതെ വരും. ആ സമയത്ത് ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്നാ ചെയ്യും? ആ സമയത്ത് തുഴ പൊക്കി അടുത്തുള്ള പൊങ്ങുകാരെ വിളിക്കും. അവരാരും ഇല്ലെങ്കിൽ അതിന്റെ അത് ചെത്തി വിട്ടിട്ട് വരേണ്ടി വരും. അത്ര മീനെ അവിടെ കളഞ്ഞിട്ട് വരേണ്ടി വരും. വലയിൽ ഉൾപ്പെടെ കളഞ്ഞിട്ട് വരേണ്ടി വരും. അങ്ങനെ അതാണ് ഏറ്റവും വലിയ ഭീഷണി. അപ്പൊ അത്ര മീൻ ചിലപ്പോൾ ഇതിന്റെ കൊള്ളാതെ ചിലപ്പോൾ ഇത് മറിയാനൊക്കെ സാധ്യതയുണ്ടോ? മറിയാൻ സാധ്യതയുള്ളതുകൊണ്ട് മറിയാതിരിക്കാൻ വേണ്ടി അപ്പുറം ഇപ്പുറം വെള്ളത്തിൽ കവിച്ച് അപ്പുറം കവിച്ചിട്ട് വലിക്കും. അപ്പൊ ഇത് എന്തുമാത്രം ഉണ്ടെങ്കിലും അറിയത്തില്ല. പിന്നെ പതുക്കെ തട്ടി തുഴഞ്ഞ് കര വരിക. നമ്മളിപ്പോ നല്ല കാറ്റും കൂടൊക്കെ സമയം അങ്ങ് പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഈ വെള്ളം പോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടാകാറുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യനായതുകൊണ്ട് നമുക്കറിയാം ഈ കടലിൽ ഇരുള് വെക്കുമ്പോൾ ആ ഇരുളിൽ നിന്ന് കാറ്റ് വരുന്നില്ലാണ്, മഴ വരുന്നില്ലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് പെട്ടെന്ന് തിരിച്ച് ഇറക്കി വിട്ടും. കാർമേഘം വെക്കുമ്പോൾ ആ കാർമേഘത്തിൽ നിന്ന് കാറ്റ് വരാൻ സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് പോയ എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ കാറ്റ് വരുന്ന
കാർമേഘം ആണെന്നുണ്ടെങ്കിൽ വല നീട്ടാതെ തിരിച്ചുടനെ തന്നെ കിഴക്കോട്ട് പോകും. ഓഹോ അത് വള്ളങ്ങളും എല്ലാവരും ഇഞ്ചൻ ഉള്ള വെള്ളവും പൊങ്ങുകാരും എല്ലാവരും അങ്ങനെ അന്നേരം കരക്കോട്ട് അങ്ങോട്ട് കരക്കോട്ട് പോരും. അപ്പൊ നമുക്ക് ശരിക്കും ഒരു ഭീഷണി ചേട്ടനെ എപ്പോഴെങ്കിലും വള്ളം മറിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? എനിക്ക് ഈ കടൽ കൂടിക്കിടന്നപ്പോൾ പൊങ്ങ് വലയും മീനും കൂടെ ആയിട്ട് വന്ന് അറ്റത്തൊന്നും അടുക്കാൻ പറ്റാതെ കമന്ന് പോയിട്ടുണ്ട്. അതിപ്പോൾ ഇപ്പോൾ കര നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ വന്ന് പിടിച്ച് കയറ്റി നമ്മളെ സുരക്ഷ പൊങ്ങ് വെള്ളമായതിന്റെ യാതൊരു അപകടവും ഉണ്ടാകത്തില്ല. ഓഹോ, ഇത് അങ്ങനെ നമ്മളിങ്ങനെ ചാടിക്കളഞ്ഞാൽ മതി, സാധനം ഇങ്ങനെ കടലിൽ തന്നെ അടിച്ച് കരക്കൊണ്ടുവരും. പിന്നെ കര നിൽക്കുന്ന എല്ലാവരും കൂടെ വലിച്ചു കയറ്റി. അപ്പൊ നമുക്ക് ചേട്ടൻ നീന്താനാണ് എന്തര ദൂരത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തി പോരാൻ ചേട്ടന് പറ്റുമോ? അങ്ങനെ നമ്മൾ ഈ കടൽ ഒടിയുന്നതിൽ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേ നീന്തത്തുള്ളൂ. അതിൽ കൂടുതൽ അങ്ങോട്ട് നീന്താനുള്ള കപ്പാസിറ്റി എന്തായിരുന്നു വെച്ചാൽ ചേട്ടാ ഏകദേശം ഒരു 100 മീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തി നമ്മൾ അതിൽ കൂടുതൽ അപ്പുറത്തോട്ട് പോകത്തില്ല. അത് പോകുമ്പോൾ നമുക്ക് അപകട ഭീഷണി കൂടുതലുണ്ടോ? അപകട ഭീഷണി ഉണ്ടാവും. പിന്നെ കടല് പിന്നെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ അപകട ഭീഷണി ഉണ്ടാവും. കാറ്റ് വന്നു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ ഒഴുകി പോകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ തിരിച്ചു കയറി വരുന്ന തുഴഞ്ഞ വരുന്ന കാറ്റ് കുറയുന്നതനുസരിച്ച് നമ്മൾ കയറി വരുന്നത്. അല്ല, കാറ്റിന് തുഴഞ്ഞു പോരും. അതിപ്പോ ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന കാലത്തല്ല വേറെ എവിടെയെങ്കിലും ചെന്ന് കയറും. ഓഹോ, നമ്മൾ ഉദ്ദേശിക്കുന്ന കയറാൻ പറ്റത്തില്ല. കാറ്റും കോളുവാണെങ്കിൽ അതുപോലെ കയറാൻ പറ്റത്തില്ല. ഈ വള്ളത്തിനൊക്കെ നമുക്ക് ഏകദേശം എന്ത് റേറ്റ് വരുന്ന വിലഭാവം? ഈ പിന്നെ ഇപ്പൊ ഈ കിടക്കുന്ന ഒരു വള്ളം പിന്നെ ഒരു പുതിയത് വാങ്ങിക്കണമെങ്കിൽ 2.5 ലക്ഷം രൂപ കൊടുക്കണം. ഓഹോ, അതായത് മറ്റേ മോട്ടോർ വെച്ച് വരുന്ന മോട്ടോർ സൈസ് എഞ്ചിൻ ഇല്ലാതെ അത് അത്ര ഒരു 34 അടി 32 അടി വള്ളം വേണമെങ്കിൽ ഒരു 2.5 രൂപ ആണ്. ഇത് ഫൈബർ വള്ളമാണ്. ഫൈബർ. അപ്പൊ എഞ്ചിനൂടെ വരുമ്പോ എഞ്ചിന് 1,05,000 രൂപ ഇപ്പോഴത്തെ വില. ഓഹോ, അത്രയും പൈസ എഞ്ചിനാവും. എഞ്ചിൻ പല പവറിലുള്ള എഞ്ചിനുണ്ട്. 9, പിന്നെ 18, 25, 2, 4, 6, 8. ഓ, അപ്പൊ നമ്മൾ അകലം കൂടുതൽ പോകുന്ന അനുസരിച്ചാണ് അപ്പൊ എഞ്ചിന്റെ പവർ നമ്മൾ. അങ്ങനല്ല, നമ്മുടെ ഇന്ധന വില അനുസരിച്ച് അതിന്റെ അനുസരിച്ചുള്ള എന്തോന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ധന വില ഭയങ്കര കൂടുതലാണ്. അതെ, ഇപ്പൊ 1 ലിറ്റർ മണ്ണെണ്ണക്ക് 150 രൂപ വിലയാണ്. ഓഹോ, ഇപ്പോഴത്തെ മണ്ണെണ്ണ ഒഴിച്ചാണ് അപ്പൊ പോകുന്നത്. മണ്ണെണ്ണയും പെട്രോളും. പെട്രോളും മാത്രമായിട്ടുള്ള എഞ്ചിനുണ്ട്. അതിന് പുള്ളിങ് കുറവാണ്. പെട്രോളും പിന്നെ ഇതിന് പുള്ളിങ് കൂടുതലാണ്. മണ്ണെണ്ണയും പെട്രോൾ സ്റ്റാർട്ടിങ്ങിന് പെട്രോളും വേണം, അല്ലാതെ ഓടിക്കാൻ വേണ്ടി മണ്ണെണ്ണയും വേണം. ഓക്കെ ചേട്ടാ, ഇതിനപ്പോ ശരാശരി അപ്പൊ എന്ത് വില വരുന്ന ഇതാ? ഇതിപ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് നിലവിൽ ഇതൊരു പൊങ്ങും ഇതിനകത്ത് പോകുന്നൊരു വലയുമായിട്ടൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ഒരു 15 രൂപ 20 രൂപ 20,000 രൂപ നമുക്കാവും. ഒരു 15, 13, 14 രൂപ വലക്കാവും. 10,000 രൂപ നിലവിൽ ഈ സാധനത്തിന്. ഇതിനിപ്പോ ഒരു 7,000 രൂപ 7,000 രൂപ 8,000 രൂപ ഇത് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക്. ഈ വള്ളത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ പൊന്ത് കാണിച്ചില്ലേ തെർമോക്കോളിന്റെ, അതിന്റെ മെത്തേഡുള്ള തന്നെ വേറൊരു പ്രസ്ഥാനമാണ് ഇത്. ഇതിലൊരു 4 പേര് മിനിമം 4-5 പേര് പണിക്ക് പോകാനായിട്ട് വേണം. ആ വള്ളവും അതിന്റെ വലയും യമഹായും എല്ലാ സാധനവും കൂടെ സെറ്റോടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 രൂപ 5 ലക്ഷം രൂപ ചിലവുണ്ടോ? 5 ലക്ഷം രൂപ ചിലവാകും. ആ ഇരിക്കുന്ന 2 യമഹ എന്ന് പറഞ്ഞില്ലേ, അത് ഒരെണ്ണത്തിന് 1.25, 1.30 വില വരുന്ന യമഹ ആയിരിക്കും. ഒരെണ്ണത്തിന് 1.30 വരും. അങ്ങനെ 2 ഉണ്ട്. ഒരു 2 ലക്ഷം രൂപയുടെ മേളിൽ ഈ വള്ളത്തിന് വരും. നമുക്ക് ഈ വള്ളത്തിന് എഞ്ചിൻ വെക്കുന്ന യമഹ മാത്രമേ ഉള്ളൂ. മുമ്പത്തെ കാലത്ത് യമഹ ആയിരുന്നു. മുമ്പത്തെ കാലത്ത് പറഞ്ഞാൽ പഴയ കാലത്ത് ഈ ഇഞ്ചൻ ഇറങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ തണ്ട് വലിച്ചാൽ പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞില്ലേ, കൈക്ക് തുഴഞ്ഞാൽ പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഇഞ്ചനാണ് യമഹ. ഇഞ്ചനായിട്ട് ആദ്യം ഈ വള്ളക്കാർക്ക് പണിക്ക് പോകാനായിട്ട് വരുന്ന ഒരു ഇഞ്ചനാണ് യമഹ ആയിട്ട് വന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അത് കാണിച്ച പോലെ ചെലവില്ലാത്ത പോലെ ഇത് ചെലവുണ്ട്. 2 ഇഞ്ചൻ എടുക്കും. അതുപോലെ തന്നെ അതിന് എണ്ണ, പിന്നെ ഇവര് വരുന്ന വണ്ടിക്കൂലി, ചെലവ്, കാര്യങ്ങളെല്ലാം വേണം. 2 ഇഞ്ചിന് 2 യമഹ ഉണ്ട്. 2 ഇരിപ്പുണ്ട്. ആ 2 യമഹക്ക് ഇത്ര ലിറ്റർ എണ്ണ. അവർക്ക് പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിലവിലൊരു 10 രൂപയെങ്കിലും അവർക്ക് വേണം. ചെലവ് കാശ് വേണം. അല്ലാതെ നമ്മളിപ്പോ ഒന്നും ചെലവില്ലാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ചായ കുടിച്ചിട്ട് പോകുന്നത് അത് മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രസ്ഥാനം. ഒന്നുമില്ല. ബാക്കിയുള്ള എല്ലാ പ്രശ്നത്തിനും ലക്ഷങ്ങൾ ചെലവ് വേണം. ഇവർക്ക് പോകണമെങ്കിൽ ഒരു 10,000 രൂപ വേണം. മറ്റുള്ള വള്ളക്കാർക്ക് പോകണമെങ്കിൽ ഒരു 20,000 വേണം. അങ്ങനെ എല്ലാവർക്കും ഒരു ചെലവുണ്ട്. ചെലവില്ലാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് കാണാം. അതെ, ഇപ്പൊ നമ്മൾ കാണിച്ച സൂചിപ്പൊന്താണ്. അവരിങ്ങോട്ട് വരുമല്ലോ. അല്ലല്ല, അവർ ഒരാൾ ഇങ്ങോട്ട് വരികയാണ്, ഒരാൾ നീട്ടാൻ പോവുക. അവർക്കൊന്നും ചെലവില്ല. അവർക്ക് ഈ തുഴച്ചിന് മാത്രമേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെടണം. നമ്മൾ കഷ്ടപ്പെട്ട് പഴയ കാലത്തെ മീൻപിടുത്തം, നമ്മുടെ പഴയ കാലത്തെ മീൻപിടുത്തമാണ്. അതായത് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേയും അതിന് മുന്നേയും തലമുറ നടന്ന മീൻപിടുത്തമാണ് ആ കാണുന്നത്. അങ്ങനെയാണ് ആ പോയിക്കൊണ്ടിരുന്നത്. അതിപ്പോ നമ്മൾ ഈ 20 പേര് പോകുന്നതിനകത്തും
ഈ സാധനമാണ്. ഇതുണ്ട്. ഈ 20 പേരും 2 സൈഡ്, 10 പേര് ഒരു സൈഡിലും 10 പേര് ഒരു സൈഡിലും ഇരുന്ന് തുഴഞ്ഞിട്ടാണ് അന്നത്തെ കാലത്ത് പോണത്. അന്ന് ഈ യമഹ ഇല്ല. യമഹ ഈ ഇഞ്ചൻ എന്ന് പറഞ്ഞ സാധനം കാര്യങ്ങളൊന്നും അന്നില്ലാത്ത കാലം. ആ ഒരു പഴയ കാലത്തെ മെത്തേഡിലുള്ള പണിയാണ് ഇവർ ഈ ഒറ്റക്ക് കാണിക്കുന്നത്. പഴയ കാലത്ത് ചെലവില്ല, വള്ളവും വലയൊക്കെ മേടിക്കുന്ന ചെലവ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ ഡീസൽ വേണം, പെട്രോൾ വേണം, ഓയിൽ വേണം, അങ്ങനെയുള്ള ഒരു സംവിധാനം. ഇതിപ്പോ എന്ന് പറയുമ്പോൾ തുഴഞ്ഞ് നമ്മുടെ ശരീരം അതാണ് പഴയ മത്സ്യത്തൊഴിലാളികൾ കാലങ്ങളോളം ജീവിച്ചിരുന്നത്. 100 വയസ്സിലും 90 വയസ്സിലും 80 വയസ്സിൽ വരെയൊക്കെ പഴയ മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവർ അധ്വാനിക്കുക. കാരണം ഇപ്പൊ യമഹ കൊണ്ടിട്ട് മീൻ കോരും. മുമ്പ് അങ്ങനല്ല, 2 സൈഡിൽ ഇരിക്കുന്ന ആളുകൾ, ഈ സൈഡിൽ ഒരു 15 പേരുണ്ട്, ആ സൈഡിൽ ഒരു 15 പേരുണ്ട്. ഈ 2 സൈഡിൽ ഇരുന്ന് ഇത് വലിക്കല, തണ്ട് വലിക്കല. നമ്മുടെ 2 സൈഡിൽ 2 കൈയും വർക്കിംഗ്. നമ്മൾ ജിമ്മിന് പോണ പോലെ തന്നെ അതിനെക്കാട്ടി കാര്യമായിട്ടുള്ള പണിയാണ് ചെയ്യുന്നത്. കാരണം വെള്ളം തള്ളി നമ്മൾ വെള്ളം നീക്കുകയല്ലേ. ആ ഒരു സമ്പ്രദായമാണ് ഇപ്പൊ ഈ നടന്നു പോകുന്നത്. അത് ആ പഴയ ഒരു മെത്തേഡിലുള്ള മീൻപിടുത്തം എന്ന് പറയുമ്പോൾ ഈ ഒരു ഒറ്റക്ക് പോകുന്ന ഒരാളുടെ ഇതിലേ ഉള്ളൂ, ബാക്കിയുള്ളതൊന്നും ഇല്ല. ഇതിപ്പോ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് പണിമുടക്കം വരുമോ? മഴയാണെങ്കിൽ ഇവർക്കും പോവാം, ഇവിടെ മഴ നമുക്ക് പോകാൻ പറ്റാത്ത എങ്ങനെയാണെന്നറിയാമോ? അവിടെ നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ട് ഒരുമാതിരി പുകച്ചിലും പതകളുന്ന വെള്ളം കണ്ട ഇവിടുന്ന് ഇറങ്ങി പടിഞ്ഞാട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇതിപ്പോ ഇവിടുന്നൊക്കെ നമുക്ക് സുഖമായിട്ട് തള്ളി തുഴഞ്ഞുകൊണ്ടങ്ങ് പോവാം, പോയി നീട്ടിക്കൊണ്ട് മീനുമായിട്ട് വരാം. ഇവിടെ ഈ കടൽ ഒടിച്ചിൽ പോലില്ലേ. നമ്മളിപ്പോ ആലപ്പുഴയിലോട്ട് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ കടൽ ശോഭം, നിങ്ങൾ പറഞ്ഞ ഈ വേലിയേറ്റമുള്ള സാധനം, അതാണ് ഈ കടൽ ശോഭമായിട്ട് വരുന്നത്. കടൽ വലിയ കടലുണ്ടെങ്കിൽ ആർക്കും പോകാനൊക്കത്തില്ല. ഇവിടുന്ന് തള്ളി വെള്ളത്തിൽ വിട്ട് നമുക്ക് കുറച്ചങ്ങോട്ട് മാറി ഓടിച്ചു പോകാനോ അല്ലെങ്കിൽ തുഴഞ്ഞു പോകാനോ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും പോകാനൊക്കത്തില്ല. ഇപ്പൊ ഇതിനകത്തു നിന്നുള്ള വള്ളങ്ങൾ ഇറങ്ങണമെങ്കിൽ തന്നെ ഇവിടെ ഇങ്ങനെ അനക്കമില്ലാതെ കിടക്കുമ്പോഴേ ഇറങ്ങി പോകാനൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവിടെ കടൽ ശോഭമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വേലികയറ്റമാണെങ്കിൽ നമുക്ക് നടക്കത്തില്ല. ആർക്കും ഇറങ്ങാനും കയറാനും ഒന്നും പറ്റത്തില്ല. വള്ളക്കാര് ഇറക്കി തുടങ്ങിയാലും ഞങ്ങൾ ഓക്കെയാണ്. അതെ അല്ലേ? വള്ളക്കാർ ഇറക്കി തുടങ്ങിയാൽ നമുക്ക് വള്ളക്കാർക്ക് വള്ളക്കാര് പണിക്ക് പോയാലും നമുക്കറിയാം എവിടെയെങ്കിലും ഇട്ട് എങ്ങനെയെങ്കിലും കോരി കുറച്ച് മീൻ കൊണ്ടുപോകുന്നത് പോകുന്നത്. ഇവര് വെള്ളത്തിന്റെ പടിഞ്ഞാട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ പാകം കണക്കാ, കിലോമീറ്റർ കണക്കല്ല. 1 ഭാഗം 2 ഭാഗം 3 ഭാഗം അങ്ങനെ പാകം കണക്കാ. അത് പടിഞ്ഞാറ് കുറച്ച് ഓടിയിട്ട് വെള്ളം അളക്കാം. അതിനിപ്പോ എല്ലാ വെള്ളത്തിലും GPS-ഉം വയർലെസ്സും എക്കോ സൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും എല്ലാ മെത്തേഡും ഉണ്ട്. അപ്പൊ അത് പടിഞ്ഞാട്ട് ഓടി ചെല്ലുമ്പോൾ ഇത്ര ഭാഗം വെള്ളം എന്ന് അറിയാൻ പറ്റും. അത് നമ്മൾ ഒരു വള്ളത്തിൽ എത്ര പേരായിരിക്കും പണിക്കാരോ ഇവിടുന്ന് കയറി പോകുന്നത്? ഇവിടുന്ന് ഈ കിടക്കുന്ന വെള്ളം കണ്ട നമ്മളിപ്പോ കാണിക്കുന്ന ഒരു ഇതായിട്ട് ഒറ്റക്കൊരു വെള്ളം കിടക്കുന്നതാണ്. ആ ഒരു വള്ളത്തിൽ മിനിമം ഒരു 16-17 പേരുണ്ടെങ്കിലും പണിക്ക് പോവാം. മിനിമം അതിനകത്ത് ഒരു 25 പേരുടെ മേളിൽ വേണം. 10, 16, 17 പേരുണ്ടെങ്കിലും നമുക്ക് പണിക്ക് പോവാം. അപ്പൊ ഈ മീൻ കിട്ടിയാൽ വലിക്കാനും അതിനൊക്കെ ആള് വേണം. നമ്മൾ മീൻ കിട്ടിയാലെന്ന് പറഞ്ഞാൽ വല അടിച്ചു കഴിഞ്ഞാൽ റോപ്പ് മാത്രമേ വീഞ്ചിലെടുക്കുകയുള്ളൂ. ബാക്കി വല മുഴുവൻ നമ്മൾ കൈക്ക് വലിക്കണം. ഈ റോപ്പ് ഇതിന്റെ ഈ വലയുടെ നീളത്തിന് പോണ റോപ്പുകൾ മാത്രമേ നമ്മൾ വീഞ്ചിലെടുക്കുകയുള്ളൂ, മിഷനിലെടുക്കൂ. ബാക്കിയെല്ലാം നമ്മൾ കൈക്ക് വലിക്കാനാണ്. ഇപ്പൊ എല്ലാവരും കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഈ യൂട്യൂബെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാണല്ലോ, വലയടിയും വെള്ളം എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ ആ വല മാത്രം നമ്മൾ കൈക്ക് പിടിച്ചു തരണം. നമുക്ക് ഈ എന്താ അപ്പം പോകുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള അപകട മേഖല എങ്ങനെയുണ്ട്? അത് അപകട മേഖല ഇപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് അപകട മേഖല എല്ലാം നമുക്ക് GPS ഇതൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സിലാവും. കാറ്റും കോളും അങ്ങനെയുള്ള കാര്യം. അത് GPS നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാറ്റും കോളിനെ കുറിച്ചാണോ മനസ്സിലാക്കാൻ പറ്റുന്നത്? അല്ല, GPS-ൽ ഉടക്കാണ് അറിയുന്നത്. എങ്ങനെ? ഉടക്ക് അതായത് താഴ്ച വെള്ളത്തിന്റെ വെള്ളത്തിന്റെ താഴ്ച ഏതെങ്കിലുമൊക്കെ ഉടക്കുണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റുന്ന GPS-ൽ അടച്ചു. നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഈ പണിയാണ്. നമുക്ക് ഈ പണി കുറവാണെങ്കിൽ നമ്മൾ നമ്മുടെ പണിയെടുക്കുന്ന വള്ളത്തെ തന്നെ കടലിലും പണിക്കും. നമ്മൾ മത്സ്യത്തോടെ കറക്റ്റ് മത്സ്യത്തോടെ നമ്മൾ കടലിൽ പോണവരാ. നമ്മൾ ആദ്യമൊക്കെ കടലിൽ പോയി തുടങ്ങി പിന്നെ ഇങ്ങനെ ഈ പണിക്കായിട്ട് ഇങ്ങോട്ട് മാറിയതാ. അപ്പൊ നമ്മൾ പോകുമ്പോ രാവിലെ എത്ര മണിക്ക് ഇവിടുന്ന് പോകുമ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അന്തരീക്ഷം ക്ലിയർ ആണെങ്കിൽ ഏത് സമയത്തും പോകും. മീനിന്റെ കിട്ടല് നോക്കിയിട്ടാണ്. കടലിൽ പോകുന്നതിന് ടൈമൊന്നും ഇല്ല. അത് കടലിൽ ഒരു ടൈമുള്ള സമയമുണ്ട്. ഇപ്പൊ ഒരു ടൈമല്ല. ഇപ്പൊ നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്ക് രാത്രി 2 മണിക്ക് തെളിവുണ്ടെങ്കിൽ 2 മണിക്ക് പോവാം, 1 മണിക്ക് പോവാം, 4 മണിക്ക് പോവാം. ഏത് സമയത്താണെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ നമുക്ക് പോകാൻ പറ്റും. അന്തരീക്ഷം ക്ലിയർ ആണെങ്കിൽ പോവാം, ഏത് സമയത്തും പോവാം. കാറ്റും കോളും ഇല്ല, മഴയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് ഏത് ടൈമിനും പണിക്ക് പോവാം. പണിയുള്ള ടൈമിൽ എല്ലാം കിട്ടിയാടാ. ഇനി 16 100 രൂപ വിലയുണ്ട്. 15 കിലോ പോലും ഇല്ല. 16 കിലോ എന്നാണ് പറഞ്ഞത്. 16 കിലോ അല്ല, 16 1600 രൂപ കിട്ടി.
ഇപ്പൊ നമ്മൾ നിന്നപ്പോ കൊണ്ടുപോയി ഓട്ടം മത്തി അത് 16 കിലോ ഉണ്ടായിരുന്നത് അല്ല, നമ്മുടെ ഉദ്ദേശമാണ് അതൊരു തൂക്കം പറയുന്നത്. അത് ഒരു 16 കിലോ ആണ് നമ്മുടെ ഉദ്ദേശം വരുന്നത്. ഒരു 15 കിലോ കാണും നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഒരു കണക്കിൽ അത് 15 കിലോ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ വിറ്റ് വന്നത് 1600 രൂപ കിട്ടി. 1600 രൂപ കിട്ടി. അപ്പൊ നമ്മൾ എടുത്തോണ്ട് പോകുന്ന നേരെ മീൻ കൊണ്ട് ലേലം വെക്കണേ. അവിടെ കൊണ്ടുപോയി നമ്മുടെ ഇത് വിൽക്കുന്ന ആളുണ്ട്, ഇത് വിൽപ്പനക്കാരനുണ്ട്. ആ വിൽപ്പനക്കാരൻ അത് അവിടെ വിൽക്കും. അപ്പൊ അയാൾ വിറ്റ് കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് ആ 1600 രൂപക്കകത്ത് 160 രൂപ പുള്ളിക്ക് കിട്ടും. 160 രൂപ അയാൾക്ക് കിട്ടും. അത് വിൽപ്പനക്കാരനാണ്. ബാക്കിയുള്ള പൈസ നമ്മുടെ ഇവർക്ക്. ഇപ്പൊ നമ്മൾ ആ ചേട്ടൻ പറഞ്ഞില്ല, ആ ചേട്ടന് അതായത് ഏകദേശം ഒരു 100 കിലോ കിട്ടുന്ന 100 കിലോ ഇപ്പൊ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വില വെച്ചൊരു 10,000 രൂപ, 100 കിലോക്ക് 10,000 രൂപ കിട്ടും. ആ ചേട്ടന് മാത്രമല്ല, കൂടുതൽ 5-6 പേര് സഹായിക്കാനില്ലേ? ഒരാൾ ഒറ്റക്കാണത് പോയത്. അപ്പൊ വേറെ കുറച്ച് പേര് നമ്മൾ സഹായിക്കുന്നു. അപ്പൊ ഇപ്പൊ 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 10,000 കിട്ടിക്കഴിഞ്ഞാൽ 1000 രൂപ മറ്റേ നമ്മൾ ഈ പറഞ്ഞാക്ക് പോകും. മറ്റേ പുള്ളിക്ക് ഈ കമ്മീഷക്കാരൻ അവിടെ വിൽക്കുന്ന ആൾക്ക് പോകും. ബാക്കി പോയിട്ട് നമുക്കൊരു 9,000 രൂപ കിട്ടും. ഇപ്പൊ ഈ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു 5 പേരുണ്ടെങ്കിൽ 4 പേരുണ്ടെങ്കിൽ അവർക്കൊരു 1000 രൂപ വെച്ച് അവർക്ക് കൊടുക്കും. അല്ലെങ്കിൽ ഒരു 800 രൂപ വെച്ച് 500 രൂപ വെച്ച് അത് അവന്റെ ഇഷ്ടം പോലെ എത്ര രൂപ വെച്ച് കൊടുക്കണം എന്നൊരു കണക്കില്ല. ആ ഒരു ഉദ്ദേശം ഇല്ല, എത്ര രൂപ കൊടുക്കണമെന്നൊരു ഇതില്ല. അപ്പൊ ആ ഒരു ഉദ്ദേശം വെച്ച് പുള്ളി കൊടുക്കും. പുള്ളിക്ക് ഇപ്പം 10,000 രൂപ 9,000 രൂപ കിട്ടി, 4 പേര് സഹായിക്കാൻ വന്നു. പുള്ളി ചിലപ്പോ അവർക്ക് 1000 രൂപ വെച്ച് കൊടുത്തിട്ട് ബാക്കി 5000 പുള്ളി എടുക്കും. ചിലപ്പം അവർക്കൊരു 800 വെച്ച് കൊടുത്തിട്ട് അതിന്റെ ഒരു സിസ്റ്റത്തിൽ പുള്ളി എടുക്കും. അങ്ങനെയൊക്കെയാണ് ഇത് പണി. സാധാരണ നമ്മൾ മുമ്പത്തെ കടലിന്റെ രീതിക്ക് വരുന്നെന്ന് പറഞ്ഞാൽ ചാകര സീസൺ ചാകര ഒത്തിരി വരുന്ന ആ ചാകരയെന്നല്ല. ചാകര എന്ന് പറയുമ്പോൾ കടൽ ഇതേപോലെ ഉണ്ടാവുള്ളൂ. ഒരു കാരണവശാലും കടലിന് ശോഭം വരത്തില്ല. കടൽക്ഷോഭമുള്ള സ്ഥലമാണ് ആ കാണുന്നത്. കണ്ട വെള്ളം അടിച്ചു കയറുന്ന കാണുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പടിഞ്ഞാറ് ഇങ്ങനെ ചേറ് കിടക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഇവിടെ നമുക്കിപ്പോ കുഞ്ഞു മക്കൾക്ക് വരെ ഇറങ്ങാം. 1 വയസ്സുള്ള അല്ലെങ്കിൽ 2 വയസ്സുള്ള നടക്കാൻ പ്രായമുള്ള കൊച്ചിന് വരെ ഇറങ്ങിയിട്ട് കളിക്കാം. അങ്ങോട്ട് പോയാൽ എന്തരത്താഴ്ച വരും. ഇവിടെ നിന്ന് നമ്മൾ ഒരു കുറച്ചങ്ങോട്ട് ആ വെള്ളം പൊങ്ങുന്നിടം വരെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കഴുത്തൊപ്പം വെള്ളമാവും. പിന്നെ അങ്ങോട്ട് താന്നു പോകും. അങ്ങോട്ട് ചെല്ലുന്നതനുസരിച്ച് താന്നു ആഴം കൂടി കയറി വരികയല്ലേ രാത്രി ഭാഗമല്ല, അത് ഏറ്റം കൊള്ളുമ്പോ ഇറക്കം കൊള്ളുമ്പോഴാണ് കയറുകയൊക്കെ ചെയ്യുന്നത്. ഈ ഏറ്റം കൊള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 6 മണി തൊട്ട് ഏറ്റം കൊള്ളും. അത് വൈകുന്നേരം 6 മണി വരെ ഏറ്റവും. അത് ഏറ്റവും എന്ന് പറയുമ്പോൾ വെള്ളം കയറുന്നത്. ഇറക്കം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പരുവത്തിന് ഇറക്കം പിടിക്കും. രാത്രി 12 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ ഇറക്കം എന്ന് പറയുമ്പോൾ താഴത്തോട്ട് ഇറങ്ങിപ്പോകും. ഏറ്റവും ഇറക്കവും എപ്പോഴും എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രക്രിയ. എല്ലാ ദിവസവും ഉള്ളതാണ് ഈ ഏറ്റവും ഇറക്കം എന്ന് പറയുമ്പോൾ രാവിലെ കടൽ കയറും, കടലിറങ്ങും. അങ്ങനെയുള്ളത് എപ്പോഴും ഉള്ളതാണ്. അത് എന്നും കുന്നും ഉള്ളതാണ്. ആ പോണ വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കാശി വെള്ളമാണ്. അതിനകത്ത് ഇപ്പൊ ഒരു നിലവിൽ അതിന്റെ ആ വെള്ളത്തിന്റെ വരവ് കണ്ടാൽ ഒരു 10-20 കൊട്ട മീനുള്ളതായിട്ട് തോന്നുന്നു. 15 കൊട്ട ഒരു 20 കൊട്ട മീനുള്ളതായിട്ട്. വെള്ളത്തിന്റെ ഭാരം ഒരു നോട്ടത്തിലൊരു 15 കൊട്ട മീനുണ്ട് അതിനകത്ത്. 15 കൊട്ട മീൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വിലക്ക് 40-60 രൂപയുടെ മീനായി. 60,000 രൂപയുടെ മീൻ കയറുന്നുണ്ട്. അത് 60,000 രൂപയുടെ മീനുണ്ടെന്ന് പറഞ്ഞാൽ ആ വെള്ളം രാവിലെ പോയതാണ്. 20,000 രൂപ ചെലവാണ്. 60,000 രൂപ ചെലവ് വന്നിട്ടാണ് നമ്മൾ പോണത്. എണ്ണയും 3, 2, 5 ഇഞ്ചൻ, പിന്നെ അതേപോലെ അവർക്കുള്ള ഭക്ഷണങ്ങൾ, അതിനുള്ള എണ്ണ കാര്യങ്ങൾ, ഈ 2 വള്ളം, 3 വള്ളം, 5 ഇഞ്ചനല്ല 7 ഇഞ്ചനുണ്ട്. 3 പലവെള്ളത്തിലുണ്ട്, 2 ക്യാറിയൽ, 2 ചെറിയ വെള്ളത്തിൽ 2 വീതമുണ്ട്. 4, 3, 7 ഇഞ്ചൻ. അതിന്റെ എണ്ണ, പെട്രോള്, പിന്നെ അതിനുള്ള അവർക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ളത് പിന്നെ 10-20 രൂപയുടെ മേളിൽ 10-25 രൂപ ഒരു വള്ളം പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നിലവിൽ പണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ 20 രൂപ 25 രൂപ അവർക്ക് വേണം. അതിന്റെ മുതലാളി മുൻകരുതൽ കയ്യിലെടുക്കണം. എന്നാലേ ബാക്കിയുള്ള തൊഴിലാളികളെ കൊണ്ട് ഇപ്പൊ 60 രൂപ കിട്ടിയാൽ ആ 25 രൂപ അതിൽ നിന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ തിരിച്ചെടുക്കും. അതിനിപ്പോൾ 30 പേരുണ്ടെങ്കിൽ അത്രയും പേർക്ക് ചിലപ്പം 1000 രൂപ വെച്ച് കാണും, അല്ലെങ്കിൽ 800 രൂപ വെച്ച് കാണും, അല്ലെങ്കിൽ 200. അങ്ങനെയാണ് വിധിക്കുന്നത്. ഇതാണ് തോട്ടപ്പള്ളി കരിമണൽ ഖനനം. അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ മുമ്പ്. ഇവിടെയാണ് കരിമണൽ ഖനനം. കരിമണ്ണ് എടുത്തത് മുഴുവൻ അപ്പുറത്താണ്. പൊഴിയുടെ ആ സൈഡിൽ ഫുള്ള് മണ്ണ് കൂട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ മേളിൽ കയറുമ്പോൾ അപ്പുറത്ത് മണ്ണ് മല പോലെ കൂട്ടിയിട്ടൊക്കെയാണ്. അവിടെ നിന്നാണ് ടൈറ്റാനിയത്തിലേക്ക് ഈ കരിമണൽ എല്ലാം പറമ്പെല്ലാം എടുത്ത്. കരിമണൽ ഏറ്റവും കൂടുതൽ ഇവിടെയാണെന്നാ പറഞ്ഞത്. ഞാനിവിടെ തോട്ടപ്പള്ളി ഇങ്ങോട്ടേ കരിമണൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൂ. തെക്കോട്ടെ കരിമണ്ണ് കണ്ടിട്ടുള്ളൂ, വടക്കോട്ട് കരിമണൽ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ചെത്തി ഹാർബറിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അവിടെ ഇത്രയും കരിമണൽ കണ്ടിട്ടില്ല. അവിടെ വെള്ളം മണ്ണ, പഞ്ചാര മണലാണ്. ഇവിടെയാണ് കൂടുതലും കരിമണൽ. ഇങ്ങോട്ട് തെക്ക ഭാഗത്തോട്ടാണ് കൂടുതലും കരിമണലുകൾ കണ്ടത്. 6-7 കണ്ടൊക്കെ ഇത് ടിപ്പറിൽ ലോഡ് കണക്കിന് എറണാകുളത്തേക്ക് കൊണ്ടുപോയായിരുന്നു. അപ്പം ഞാൻ മാരാരിക്കുളമാണ് ഇപ്പൊ താമസിക്കുന്നത്, ഹൈവേ സൈഡിൽ. അപ്പൊ ഒരു 100-100 വണ്ടി നമ്മുടെ വാതിക്കൽ ഇങ്ങനെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു കരിമണലുമായിട്ട്. അതങ്ങനെ കണ്ടൊരു ശീലമുണ്ട്. എന്നാണ് നമ്മുടെ ചെറുപ്പമാണ് കരിമണൽ എടുക്കുന്നത്. സമരം നടന്ന അവിടെ ഇപ്പോഴും അതിന്റെ ഷെഡുകൾ ഇപ്പോഴും ഉണ്ട്. മണ്ണെടുക്കുന്നില്ല. ഇപ്പൊ നിർത്തിവെച്ചേക്കാം, മണ്ണടി നിർത്തിവെച്ചേക്കാം. മണ്ണ് കരിമണൽ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന്റെ ബാക്കി മണ്ണാണ് നമ്മുടെ ഈ മുട്ടയിൽ നിന്ന് നോക്കുമ്പോൾ അപ്പുറ സൈഡിലായിട്ട് മലമൂന പോലെ കൂട്ടിയിട്ടേക്കണ മണ്ണ്. അതെല്ലാം
അതിനകത്തുനിന്ന് കരിമണൽ എടുത്തിട്ട് നല്ല മണ്ണായിട്ട് സെപ്പറേറ്റ് മാറ്റി ഇട്ടേക്കുന്ന മണ്ണുകളാണ് ആ കാണുന്നത്. മണ്ണെടുത്ത് മാറിയാൽ കടലിലിറമ്പി താമസിക്കുന്നവർക്ക് എല്ലാവർക്കും അതൊരു ഭീഷണിയാണ്. കടൽ പ്രദേശത്ത് നിന്ന് മണ്ണെടുക്കുമ്പോഴത്തേക്ക് അതായത് മണ്ണ് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഒരു ഭീഷണിയല്ലേ. പറ്റ താമസിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ട കടലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വീടുകളുള്ളത്. ആ വീടുകളെല്ലാം താമസമുള്ള വീടുകളാണ്. കല്ല് എന്തോരം അകലമുണ്ട്, വീട് എന്തോരം അകലമുണ്ടെന്ന് നിങ്ങൾ നോക്കിയാൽ അതിന്റെ ഓപ്പോസിറ്റിൽ നിന്ന് മണ്ണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കല്ല് ഇങ്ങോട്ട് ഇടിയും. അല്ലെങ്കിൽ ഇവിടുന്ന് മണ്ണെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കല്ലിടിയും. പക്ഷെ അവര് സമരം ചെയ്തത് ഇതിനു വേണ്ടിയാണെന്ന് ഇങ്ങനെ പറയുന്നു. ചേട്ടന്റെ പേരെന്നാ ചേട്ടാ? എന്റെ പേര് രവി. ചേട്ടൻ എത്ര കൊല്ലമായി കടലിലെ പണിയായിട്ട്? കടല് 50 വർഷത്തിൽ കൂടുതലായി. 50 വർഷത്തിൽ കൂടുതലായി. 50 വർഷമായി. അപ്പൊ അന്ന് മല്ലി ഇവിടെ തന്നെ ആയിരുന്നോ പണി? നമുക്ക് അന്ന് കൊച്ചിലെ പോയി വെള്ളത്തിലൊക്കെ കയറും, വെള്ളത്തിലിറങ്ങാനൊക്കെ കയറും, നീന്തി ഒരു തലയും കൊണ്ട് ഇറങ്ങും. അങ്ങനെയുള്ള കടലിൽ ഇറങ്ങിക്കൊണ്ടിരുന്നേ അതിന് ഒരു 15 വയസ്സ് കാണും. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ കടലിലെ പണി വേറെ പണിക്ക് പോകും. വേറെ പണിക്ക് പോയിട്ടില്ല. ഇപ്പൊ എന്നാ മീനൊക്കെ നമുക്ക് ഇവിടെ സാധാരണ ചേട്ടന് കിട്ടുന്ന ഇവിടെ കിട്ടുന്ന എനിക്ക് വറ്റ, കോര, കൂരി, പിന്നെ പെട്ടയാണ്ടും കിട്ടും. ഞാനിപ്പം ഒരു 20 വർഷം കൊണ്ട് ഈ പൊങ്ങോളത്തിട്ടുണ്ട്. പൊങ്ങോളായിട്ട് നമ്മൾ അന്നേരം ആഴക്കടലിലേക്ക് പോകാൻ പറ്റുമോ അന്നേരം? ഞാൻ പോകത്തില്ല. നമ്മൾ ആ പണി ആഴക്കടലിലൊക്കെ നിർത്തി. ഞാൻ പോവായിരുന്നു, ഇപ്പൊ പോകത്തില്ല. 5-6 ഭാഗത്തിൽ പോകുന്ന പൊങ്ങുകാരുണ്ട്, അവരൊക്കെ പോകും. 5-6 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളിന്റെ ആഴ്ചയാണ്. 5-6 ആൾക്കാർ താഴ്ചയുള്ളിടം വരെയൊക്കെ പോകുന്നവരാണ് അവര്. ഇവിടെയൊക്കെ എന്നാ താഴ്ചയുണ്ട്? ഇവിടെ ഒരു ഭാഗം 1.5 ഭാഗവും ഉള്ളൂ. ഈ ഒരു മേഖലയിലേക്ക് ഇപ്പം ചേട്ടന്റെ പിള്ളേരൊക്കെ അവരൊക്കെ കടന്നു വരാറുണ്ട്, അവരുണ്ടോ? എനിക്ക് 3 പെൺപിള്ളേരാണ്. ഒരാള് കമ്പ്യൂട്ടർ പഠിച്ചിട്ട് വിദേശത്താണ്, അതായത് ബഹ്റിനിലാണ്. ആളൊരു കമ്പനിയുടെ മാനേജറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യും. രണ്ടാമത്തെ ആൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ആള് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യും. മൂന്നാമത്തെ ആള് ഡയാലിസ് ടെക്നീഷ്യനാണ്, പാലാ മാർസ്ലിക ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ. വീട് എവിടെയാ? എൻ്റെ വീട് പുന്നപ്ര ക്രിസ്തുരാജന്റെ നല്ലയുടെ പടിഞ്ഞാറ് വശമാണ്. ചേട്ടൻ എത്രാം ക്ലാസ് വരെ പഠിച്ചു? ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചു, പഴയ പ്രീ ഡിഗ്രി വരെ. 10ാം ക്ലാസ് വരെ പാലാ സെൻറ് തോമസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ ബോയ്സ് ടൗൺ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് കാക്കമ്പ്ലാക്ക് അച്ഛൻ 58 തുടങ്ങിയ ബോയ്സ് ടൗൺ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പഠിച്ചത്. അതെങ്ങനെ ഇവിടുന്ന് അവിടെ പാലാ വരെ ചെന്നത്? എങ്ങനെയാ? പാലാ വരെ ചെന്നത് ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ മകൻ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരൻ വന്ന് പറഞ്ഞ് പിള്ളേരെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ചേർക്കും, അവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഭക്ഷണമെല്ലാം ഫ്രീ ആണ്. അതുകൊണ്ട് അങ്ങനെ പാലാ ബോയ്സ് ടൗണിൽ കൊണ്ടുവന്ന് എന്നെ ജ്യേഷ്ഠനെയും കൂടെ ആക്കി. ജ്യേഷ്ഠൻ അവിടുന്ന് 10ാം ക്ലാസ് പാസ്സായി. ഇപ്പൊ ഞാൻ അവിടുന്ന് 10ാം ക്ലാസ് പാസ്സായി ഇവിടെ വന്ന് കടലിൽ പണിക്ക്. അപ്പൊ നിങ്ങൾ അന്ന് ഇവിടുന്ന് പാലായ്ക്ക് വിടാൻ വീട്ടുകാർക്ക് തന്നെ ഒരു സാഹചര്യം ഉണ്ടായത്? അന്ന് 7 മക്കളാണ് ഞങ്ങൾ. 7 മക്കളെയും കൂടി പഠിപ്പിക്കാനും അന്ന് ഭക്ഷണം പോലും നന്നായിട്ട് കൊടുക്കാനുള്ള സാഹചര്യം കടൽ വരുമാനത്തിൽ നിന്നില്ലായിരുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പോയതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പാലായി പോയി പഠിക്കേണ്ടി വരും. ഇപ്പൊ ഈ പുതിയ തലമുറപ്പെട്ട പിള്ളേരൊക്കെ ഈ മത്സ്യഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഇപ്പം പുതിയ തലമുറപ്പെട്ട ഒരു 3/4% പിള്ളേരും വരുന്നില്ല. അവരപ്പോ വേറെ എന്ത് ജോലി വരുന്നുള്ളൂ? അപ്പൊ നമുക്ക് ഈ വരുമാനം കുറവ് കാരണമാണ് അവർ ഈ ഫീൽഡിൽ. വരുമാനം കുറവിന്റെ അല്ല, ഒരുമാതിരിപ്പെട്ട പിള്ളേർക്ക് അറിയത്തില്ല. മറ്റേതെന്ന് വെച്ചാൽ ഒരു ശരാശരി പണിയില്ല ഇത്. ഇതിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പണിക്ക് പോയി കഴിഞ്ഞാൽ ഡെയിലി ഇത്ര രൂപ കിട്ടുമെന്നും പറഞ്ഞു പോവാം, ഉറപ്പുണ്ട്. ഇതിന് അങ്ങനെയുള്ള എന്തോന്നില്ല. ഇതിപ്പോ കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല.